അതെയാ? ടോപ്പാ. ഇതിനല്ലേ ടോപ്പ് എന്ന് പറയാ? അതെ. ഇത് മതി. മഞ്ഞ കളർ ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടു. ഇത് മോനെടുത്തത്. മോന് ഇഷ്ടായിനല്ലേ ഇതെടുത്തോന്ന് പറഞ്ഞു. ഇത് വെച്ചേ. ഇത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഗിഫ്റ്റ് പേപ്പറിൽ പൊതിയണോ? പൊതിയണം അല്ലേ? എന്നിട്ടോ അത് ഇവർ പൊതിഞ്ഞാൽ മതിയോ ഞാൻ പൊതിയണോ? ഇന്ന് രാത്രിയൊക്കെ വേണ്ടുന്നില്ല, ഇപ്പം തന്നെ എനിക്ക് തരണം. അല്ലാണ്ട് പെട്ടെന്ന് 5 മണിയാകുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ പോകാലോ. 5 മണിക്കോ? 5:30 ആവും ഓന് ഇവിടെ എത്തടിക്ക്. 5:30-ക്കല്ലേ വണ്ടി പോകുന്നതാണല്ലോ. ബസ് കണ്ടിട്ടില്ലേ? ഓ ബസ്സിലാ? ഈ ബസ് കണ്ടിട്ടില്ലേ? ഇതിലേ പോയിനാ? ഇതിലെന്നെ പോകുന്ന വലിയ വലിയ ബസ്, ഒരു വെള്ള. ഓ നിങ്ങളെ മോൻ ബസ്സിലാ? കളാപ്പ് സ്കൂള് വണ്ടി എടുക്കുന്നത്. ഓ അതെയാ? സ്കൂൾ ബസ്. എന്നിട്ട് ദുബായിക്കാരനാന്ന് പെണ്ണ് കാണാൻ പോകുമ്പോ പറയുന്നത്. ദുബായിന്ന് വന്നതല്ലേ മോളെ, ദുബായി പോയതല്ലേ, അത് കളവല്ല. സത്യ മനസ്സ് തുറന്നിട്ട് സംസാരിക്കുന്നില്ലേ നമ്മള്. അപ്പൊ അത് എക്സ് ഗൾഫ് എന്ന് പറയണ്ടേ? എന്താ അത് ചന്ദ്രമതി. ഓന് പോണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഒറ്റക്കായോണ്ടാന്ന് പോകാൻ മതി. കല്യാണം കഴിഞ്ഞാൽ പോകുമായിരിക്കും അല്ലേ? ഓളെയും കൂട്ടിക്കോട്ടെ. എടാ അപ്പൊ നിങ്ങൾ ഒറ്റക്കാവൂല? എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഒരു പേടിയില്ല, ഞാൻ ഒറ്റക്ക് നിൽക്കും. നിങ്ങള് ബാലിയൊക്കെ എത്തിയല്ലേ? എൻ്റെ അടുത്ത് ഏത് പൂച്ച ഇല്ല അല്ലേ? ആരടാന്ന് പറയുമ്പോ ഞാനെടാന്ന് പറയും. നിങ്ങളാ? ആള് ഭയങ്കരയാന്നല്ലേ? പിന്നല്ലാണ്ട്. നിങ്ങക്ക് പണ്ട് മാവുണ്ടായിന? മാവുണ്ട്, ചക്കാന്റെ മരം ഞാൻ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ചക്കയും മാങ്ങയൊന്നും ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ, എല്ലാം ഇതായി പോകുന്നില്ലേ, മരം എല്ലാം കൊത്തിയിട്ട് എടി അങ്ങനെ ചക്ക ഉണ്ടാകുന്നില്ലല്ലോ. പിന്നെ ഇതില്ല പഴഞ്ചക്കയില്ല? പഴഞ്ചക്ക തിന്നാ ആദ്യം നല്ലതായിരിക്കേ, പിന്നെ ഉണ്ടാകും ബായിന്ന് വെള്ളം വരും. അത് അത്ര പിടുത്തമില്ല, തിന്നുമ്പോ തിന്നോണ്ടിരിക്കാൻ തോന്നും. അതിന്റെ ടേസ്റ്റ് കൊണ്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം വരും. അമ്മ പറയും, പണ്ടുള്ള അമ്മ പറയും, ഭർത്താവിന്റെ അമ്മ പറയും, ചക്കക്കുരി ചവച്ചിറക്കിപ്പോകും. അന്നേരം അത് വരൂല. ചക്ക വെക്കും നല്ലോണം. ആര്? അമ്മയാ? പഴഞ്ചക്ക അമ്മയാ? തവര ഒരു മുറം നിറയെ മുറിച്ചിടും, നല്ല പൊടി പോലെ. ആര്? അമ്മ. ഇപ്പൊ ഇല്ലല്ലോ? ഇല്ല, ഓറ് വെച്ച്. അല്ല ഇപ്പം തവരയില്ലല്ലോ. തവരയില്ല. അതെന്തില്ലാത്ത? ഇപ്പത്തെ ഓരോ സഞ്ചി കൊണ്ടിടുന്നില്ലേ, മൂത്രവും സഞ്ചി, അത് അറുതാ പറിക്കണ്ടേ. അതല്ലേ? ഇടക്ക് സ്ഥലവും ഭൂമിയെല്ലാം നാശകോശായില്ലേ. പണ്ടിങ്ങനെ ഉണ്ടാവൂല. ഇല്ല, നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പറിക്കൂ, മുത്തപ്പൻകാവിന്റെ അടന്നിപ്പുറം. ഞാനും 2 മക്കളും. അന്നേരം വലിയ ആളും പുകയൊന്നും ഇല്ലല്ലോ. ആളില്ലാടെ ഇല്ല 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 ഇല്ല, അതൊന്നും വരുന്ന സൈഡിൽ. ഓ അതെ. ഇത് റോഡാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഉള്ളോട്ട് നമ്മള് പോവില്ല. ഇല്ല, അങ്ങനെയാണല്ലേ? അങ്ങനെ ഉള്ളോട്ട് പോയിട്ട് പറ്റൂല. ഇത് നിങ്ങൾ ഇന്ന് ബർത്ത്ഡേക്ക് വന്ന വെളുത്ത കുട്ടിയാ? ഓളെന്നാ വർക്ക് ചെയ്യുന്നതാ? ഓള് പഠിക്കുന്നു. എന്തിനാ? അതൊന്നും അറിയത്തില്ല. ചന്ദ്രമതി ഏതാണ് ഈ കുട്ടിയാ? ഓക്കെ. പിന്നെ വേറെ എന്തുണ്ട് ചന്ദ്രമതി? ഇന്ന് മഴ തന്നെ അല്ലേ? ഇന്ന് തുലാപ്പത്തായിട്ട് മഴ തന്നെ. പക്ഷേ ഇത് ഇന്നലെ രാത്രി 1 മണിക്ക് പെയ്യുന്ന മഴയാണ്. നല്ല മഴയാണ് പെയ്തത്. നമ്മളറിയേയില്ല മഴ പെയ്തത്. അതിട്ടാ അറിയില്ല. പിന്നെ വേറെ എന്തുണ്ട്? പിന്നെ നിങ്ങളെ പറമ്പത്ത് മരക്കേങ്ങ് വെക്കലുണ്ടോ? ഞങ്ങളെ മരക്കേങ്ങ് ഞാൻ കുറേ വെച്ചിന്. മോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ എൻ്റെ അമ്മേൻ്റെ സ്ഥലത്തുണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ ഇല്ല, അതെല്ലാം പോയി സ്ഥലം. അമ്മ കൊത്തിയിട്ട് കുഞ്ഞു ഇതാക്കിയിട്ട് അത് മുറിച്ചിട്ട് ഞാൻ അകത്ത് പോയി വരുമ്പോഴത്തേക്ക് കിഴങ്ങ് വെന്ത് സൂപ്പറാണ്. അടിപൊളിക്കാണ്. ഞാൻ എത്ര കിഴങ്ങ് വെച്ച്. എനിക്ക് ഈ പെരിച്ചായി തിന്നേനോടെ മൂടില്ല മോളെ വെക്കാൻ. നല്ലോണം ഉഷാറായി വന്നതാ. അതല്ലേ? ഇപ്പം കുമ്പളങ്ങ നട്ടിട്ട് കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ട്. അതെയാ?
എല്ലാം എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചിന്. ആ പിന്നെ വേറെ എന്തുണ്ട്? ആ കളറ് സൂപ്പർ അല്ലേ, യെല്ലോവും നല്ല രസം റെഡും. ഓ ഇപ്പം ഇനി അതിൽ നിന്ന് മൈനസ് ആക്കണം അല്ലേ? പഴയന്ന് മൈനസ് ആക്കിയിട്ട് ഇത് എഴുതുകൊണ്ട് ഇതെന്താ സാധനം? ആ അതാ നിങ്ങൾ ഇന്നലെ പച്ചമുളക് വരയ്ക്കുന്നുണ്ട് എനിക്കുണ്ടേനു അല്ലേ? പിന്നെന്നാ പറിച്ച പച്ചമുളകും ഇതാ കണ്ട് ഇതാരാ പറയാ? പിന്നെന്നുള്ള വഴുതിനിയാ? പിന്നെ അവിടെ പോയി ചന്ദ്രമതി.